നമ്മുടെ കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് AK സ്റ്റെഫിൻ ചേരുന്നു. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ ജനോത്സവത്തിന് തുടക്കമാകുന്നു. നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു സ്റ്റെഫിൻ? ശനിലക്ഷ്മി 8 മണിയോടുകൂടി തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തിരുവനന്തപുരത്തെ പട്ടത്തെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഓരോ കൗണ്ടറുകൾ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുണ്ട്. ആ കൗണ്ടറുകളിൽ ഉദ്യോഗസ്ഥർക്ക് റിട്ടേണിംഗ് ഓഫീസർമാർക്കും ഒക്കെ വന്ന് ഇവിടെ നിന്നും പോളിംഗ് സാമഗ്രികൾ വാങ്ങി പോകാം. അതിനുള്ള പ്രത്യേകമായ സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ 695 വാഹനങ്ങളാണ് ഇത്തരത്തിൽ പോളിംഗ് സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ വാഹനത്തിലും പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്ക് വേണ്ടി നിയമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ ഈ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നവർക്ക് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഉള്ള പ്രത്യേകമായ സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ സഹായത്തിന് വേണ്ടി 248 സെക്ടർ ഓഫീസർമാരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. പ്രശ്നബാധിതമായ ബൂത്തുകളിൽ അതോടൊപ്പം തന്നെ പ്രത്യേകമായ വെബ്കാസ്റ്റിംഗ്, അകത്തും പുറത്തും വെബ്കാസ്റ്റിംഗ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് പോളിംഗ് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വെബ്കാസ്റ്റിംഗ് ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 14 വിതരണ കേന്ദ്രങ്ങളാണ് ഉള്ളത്. വിവിധ ഇടങ്ങളിൽ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ സ്ഥലങ്ങളിലാണ് പ്രത്യേകമായി ഈ പോളിംഗ് സാമഗ്രിയുടെ വിതരണം നടക്കുക. ഇപ്പോൾ പട്ടത്ത് കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്.